നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോണത് പോപ്പ് ഓപ്പറേഷൻ. എന്താണ് പോപ്പ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു എറേ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എറേയിൽ, അതായത് ഒരു സ്റ്റാക്കിൽ നമുക്ക് എത്ര എലമെൻറ്റ്സ് ഉണ്ടോ ഇൻസേർട്ട് ചെയ്യുന്നത് പോലെ തന്നെ ആ എലമെൻറ്റ്സുകളെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ സ്റ്റാക്കിൽ നിന്ന് എലമെൻറ്റ്സിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഇവിടെ ഒരു സ്റ്റാക്ക് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഈ സ്റ്റാക്കിൽ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നമുക്ക് ഇരിക്കുന്ന സാധനം എന്താണ്? 56 ആണ് ഇപ്പോൾ ഇവിടെ ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്നത്. ആ 56നെ നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ ടോപ്പ് പൊസിഷൻ എന്ന് പറയുന്നത് ഈ 2 ഇൻഡെക്സ് ആണ്. അപ്പോൾ 18 മാത്രമേ പിന്നീട് നമ്മുടെ ഇവിടെ ഉണ്ടായിരിക്കുള്ളൂ. 56 എന്ന് പറഞ്ഞ എലമെൻറ്റിനെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞാൽ ഇനി 18 എന്ന എലമെൻറ്റിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? പിന്നെ ഇവിടെ 34 എന്നുള്ള എലമെൻ്റായി ടോപ്പ് പൊസിഷൻ കണ്ടോ. അപ്പോൾ ടോപ്പ് പൊസിഷനെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ടോപ്പിലുള്ള സാധനത്തെ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ടോപ്പിലുള്ള സാധനത്തെ ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ടോപ്പ് പൊസിഷന് ചേഞ്ച് സംഭവിക്കുന്നു. അങ്ങനെ നമുക്ക് ഒരു സ്റ്റാക്കിലെ എല്ലാ എലമെൻറ്റ്സുകളെയും ആവശ്യാനുസരണം ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇനി അതിൻ്റെ അൽഗോരിതമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇൻഡ് പോപ്പ് ഇൻഡ് സ്റ്റാക്ക്, അതായത് നമ്മുടെ സ്റ്റാക്ക് ഒരു എറയാണ്. അപ്പോൾ ആ എറേനെ നമ്മളിവിടെ എടുത്തിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ അകത്ത് ഇഫ് TOS ഗ്രേറ്റർ ദാൻ -1. എന്തുകൊണ്ടാണ് -1 എന്ന് കൊടുത്തത്? നമുക്കറിയാം എപ്പോഴും ഒരു എറേ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 0യിലാണ്. അപ്പോൾ ഈ 0 തൊട്ട് മുകളിലേക്ക് മാത്രമേ നമുക്ക് ഡിലീഷൻ നടത്താനായിട്ട് സാധിക്കുള്ളൂ. ഇൻസേർഷൻ ആണെങ്കിലും അതെ. അപ്പോൾ ഇവിടെ എന്ത് വരണു? -1 വെച്ചാൽ എന്താ അർത്ഥം? ഗ്രേറ്റർ ദാൻ -1, 0 തൊട്ട് കണ്ടോ. അപ്പോൾ 0 തൊട്ട് മുകളിലേക്ക് ഏത് എലമെൻറ്റിനെ വേണമെങ്കിലും നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതാണ് ഈ കണ്ടീഷൻ്റെ അർത്ഥം. അത് കഴിഞ്ഞിട്ട് വാല്യൂ, അപ്പോൾ നമ്മൾ അതിൻ്റെ തൊട്ട് താഴെയുള്ള വാല്യൂ, അതായത് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 56 ആണ് ടോപ്പ് പൊസിഷനിലുള്ളത്. ഈ 56നെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടോപ്പ് പൊസിഷൻ എന്തായിട്ട് മാറി? ഇവിടെ 18 ആയിട്ട് മാറി. അതാണ് TOS -- എന്ന് പറയുന്നത്. ഓരോ സന്ദർഭത്തിലും ഓരോ തവണ ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് TOS, അതായത് ടോപ്പ് പൊസിഷൻ ഓരോന്നായിട്ട് കുറയുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി അങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് 0 ഇൻഡെക്സ് വരെയാണ് ഈ ഡിലീഷൻ നടക്കുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ഡിലീറ്റ് ചെയ്യാനായിട്ടില്ല. അപ്പോൾ ഒന്നും നമ്മുടെ കയ്യിലില്ല എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? അവിടെ ഫുൾ empty ആയി കഴിഞ്ഞു. നമ്മുടെ സ്റ്റാക്ക് empty ആയി കഴിഞ്ഞാൽ അതിനെ നമ്മൾ പറയുന്ന പേര് അണ്ടർഫ്ലോ എന്നാണ്. എന്താണ് അണ്ടർഫ്ലോ എന്ന് പറഞ്ഞാൽ? നമുക്ക് അവിടെ എലമെൻറ്റ്സ് ഒന്നും തന്നെയില്ല. നമ്മുടെ ഫുൾ സ്റ്റാക്ക്, ഫുൾ എറേ empty ആണ്, ഒന്നുമില്ല, ഒഴിഞ്ഞു കിടക്കുന്നു. അപ്പോൾ അണ്ടർഫ്ലോ. ഫുള്ളായിട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുഷിൽ പഠിച്ചു എന്താണത്? ഓവർഫ്ലോ. ഫുൾ നിറഞ്ഞു, ഇനി നമുക്ക് സ്ഥലമില്ല, ഇനി അതിലേക്ക് കുത്തി കയറ്റാൻ പറ്റില്ല, ഉള്ള കപ്പാസിറ്റി വെച്ച് അത് ഫുള്ളായി കഴിഞ്ഞു. അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേര് ഓവർഫ്ലോ എന്നാണ്. ഇവിടെ ഡിലീഷൻ ചെയ്ത് കഴിയുമ്പോൾ empty ആവുകയാണ് ചെയ്യുക. അപ്പോൾ നേരെ ഓപ്പോസിറ്റാണ്. ഇവിടെ നമ്മൾ പറയുന്ന പേര് അണ്ടർഫ്ലോ. അപ്പോൾ നമുക്ക് അവസാനം തരുന്ന വാല്യൂ എന്തായിരിക്കും? റിട്ടേൺ വാല്യൂ. ഫുള്ളായിട്ട് ഡിലീറ്റ് ആയിട്ട് പോകുന്നത് വരെ പോയി കഴിഞ്ഞാൽ പിന്നെ അത് അണ്ടർഫ്ലോ.